മാധ്യമ പ്രവർത്തനം ഏതൊക്കെ തരംതാണ ലെവലിലേക്ക് കൂപ്പുകുത്താമെന്നും അത്തരം മാധ്യമ പ്രവർത്തനത്തിന് അവാർഡുകൾ കിട്ടുമെന്നും ഒരു കാര്യം കൂടെ ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ പത്രം മലയാള മനോരമ അറിയാമല്ലോ. മനോരമയുടെ നിലപാട് ഇലക്ഷൻ കാലം വരുമ്പോൾ മനോരമയ്ക്കൊരു തരം ഭ്രാന്താണ്. ഇടതുപക്ഷത്തിനെതിരെ എന്തും തട്ടിവിടുക. പക്ഷെ ഇപ്പറഞ്ഞത് കോവിഡ് ഒരു സംഭവത്തിന്റെ പേരിൽ ഒരു റിപ്പോർട്ട് പേരിലുള്ള കോടതി വിധിയാണ്. കോഴിക്കോട് സബ് കോടതിയുടെ വിധിയാണ്. 10 ലക്ഷം രൂപ പരിഹാരം കൊടുക്കാനുള്ള വിധിയാണ്. ആരാണ് കഥാപാത്രങ്ങൾ? അന്ന് LDF സർക്കാരിൽ മന്ത്രിയായിരുന്ന EP ജയരാജന്റെ ഭാര്യ KP ഇന്ദിര, അവർക്കെതിരെ മനോരമയിലെ വനിതാ റിപ്പോർട്ടർ KP സഫീന കൊടുത്ത സ്റ്റോറിയാണ് ആധാരം. ഈ സ്റ്റോറി തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞിട്ട് EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിര കോടതിയിൽ കേസ് കൊടുത്തു. മാനനഷ്ട കേസ്, അപകീർത്തി കേസ് കൊടുത്തു. ആ കേസിൽ മനോരമയുടെ മുതലാളിമാരും റിപ്പോർട്ടറും ഒക്കെ പ്രതിയാവുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ കോടതി കയറി ഇറങ്ങേണ്ടി വന്നു ഈ കേസിലെ പ്രതികൾക്ക്. അപ്പൊ എന്താ വിഷയം? കോവിഡ് കാലത്ത് ക്വാറന്റൈൻ ലംഘിച്ച് PK ഇന്ദിര കണ്ണൂർ ജില്ലാ ബാങ്കിൽ പോയിട്ട് ലോക്കറിൽ നിന്ന് സ്വർണം എടുത്തു. ഇതാണ് വിഷയം. EP ജയരാജൻ അന്ന് മന്ത്രിയാണ്. EP ജയരാജൻ അന്ന് തിരുവനന്തപുരത്ത് കോവിഡ് കാലത്ത് ക്വാറന്റൈനിൽ പോയി. ഭാര്യ ഇന്ദിര കണ്ണൂരിലാണ്. അപ്പൊ അവിടെ അവർക്ക് ക്വാറന്റൈൻ ബാധകമല്ല. അവര് ക്വാറന്റൈൻ ലംഘിച്ചിട്ടില്ല. നുണയാണ് വാർത്തയായിട്ട് വരുന്നത്. അവരെന്നിട്ട് സ്വർണമെടുക്കാൻ, പേരക്കുട്ടികളുടെ ലോക്കറിൽ ഇരുന്ന് സ്വർണമെടുക്കാനാണ് അവർ കണ്ണൂർ ജില്ലാ ബാങ്കിൽ പോയത്. അവരാ സ്വർണം എടുത്തു പോകും. എന്നിട്ട് ആ സ്വർണത്തെ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കിയ ശ്രമമാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന് മനോരമയുടെ എഡിറ്റേഴ്സ് ട്രോഫി കിട്ടി. ഇതുപോലെ 2-3 നുണവാർത്തകൾ ചെയ്തതിന് അതിലൊന്നിതാണ് KP സഫീനയ്ക്ക് എഡിറ്റേഴ്സ് അവാർഡ് കിട്ടിയത്. മനോരമയുടെ ഒരു എഡിറ്റേഴ്സ് അവാർഡുണ്ട്. എല്ലാ വർഷവും മികച്ച റിപ്പോർട്ടർ കൊടുക്കുന്നൊരു അവാർഡുണ്ട്. വേറെ പലർക്കും അത് കിട്ടിയിട്ടുണ്ട്. അവരേത് സ്റ്റോറികളൊക്കെ നോക്കിയാൽ അതിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാവും. അവരുടെ പേരുകൾ ഞാൻ തൽക്കാലം പറയുന്നില്ല. ഇപ്പൊ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളിൻ്റെ കേസായതുകൊണ്ട് അതാണ് പേരെടുത്ത് പറഞ്ഞത്. അങ്ങനെ തികച്ചും നുണ അങ്ങോട്ടൊരു വാർത്തയാക്കുകയാണ്. നുണ ഫാക്ടറി സജീവമായി, മനോരമ എന്ന നുണ ഫാക്ടറി സജീവമായി വലിയ പ്രാധാന്യത്തോടെ ഇത് വരുന്നു, ഈ വാർത്ത വരുന്നു. പിന്നെ മനോരമയിൽ വന്നതുകൊണ്ട് മറ്റുള്ളവരെല്ലാം ഏറ്റെടുക്കുമല്ലോ. ചർച്ച, ചാനലുകളിൽ ചർച്ച, മറ്റേ ബഹളം. പിന്നെ ഒരു കാര്യം ഇവിടെ പറയേണ്ടത്, ഈ വനിതാ റിപ്പോർട്ടർ പ്രായം കുറഞ്ഞ ഒരാളാണ്. പരിചയക്കുറവൊക്കെ ഉണ്ടാവാം. പക്ഷേ മുകളിലിരിക്കുന്നവർ ഇങ്ങനെ ഒരു നുണ എഴുതി പിടിപ്പിച്ചാൽ അതേപോലെ കൊടുക്കാൻ മുകളിലിരിക്കുന്ന ഡയറക്ടർമാർ തയ്യാറാകണോ? അവരിത് ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ എല്ലാവരും ഉത്തരവാദികളാണ്. അപ്പൊ ഇത് അപകീർത്തിപ്പെടുത്തല്, അതായത് ഈ റിപ്പോർട്ട് സ്വന്തം അമ്മയുടെ മാതാവിന്റെ പ്രായമുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് ഈ വ്യാജ വാർത്ത കെട്ടിച്ചമച്ചത് എന്നാലോചിക്കണം. അപ്പൊ ക്വാറന്റൈൻ ലംഘിച്ചിട്ടില്ല. ഇതുപോലെ മറ്റുള്ളവർ ഏറ്റെടുത്തു. ആരും മാതൃഭൂമി ഏറ്റെടുത്തു. മാതൃഭൂമി ഇതിനിടയ്ക്ക് ചർച്ചയിൽ വന്നിരുന്ന ഒരു അന്തിചർച്ച നിരീക്ഷകൻ കൊഞ്ഞാണൻ പറഞ്ഞ ഒരു വാചകം എന്താണെന്നറിയാം? അന്ന് ആഘോഷിക്കുകയാണ്. അതായത് പറഞ്ഞത്, ഈ നിരീക്ഷകൻ കൊഞ്ഞാണന്മാർ കുറെ പേര് ഈ അന്തിചർച്ചയിൽ വന്നിരിക്കുക. അവർ പറഞ്ഞത്, ഒരു വിദ്വാൻ പറഞ്ഞതാണ്, മന്ത്രിയുടെ ഓഫീസിൽ ED കയറി റെയ്ഡ് ചെയ്താൽ ഇപ്പൊ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരും. ഇതിനെക്കുറിച്ച്, ഒരു നുണവാർത്തയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ ED കയറി മന്ത്രിഭവനത്തിൽ, EP ജയരാജന്റെ ഭവനത്തിൽ കയറി ഒന്ന് റെയ്ഡ് ചെയ്താൽ മതി. അവിടെയും ED റെയ്ഡാണ് നിരീക്ഷക കൊഞ്ഞാണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപ്പറ്റി അവതാരകന്റെ ചർച്ച, പിന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന ചർച്ച, അങ്ങനെ കുറെ നാൾ അങ്ങനെ അങ്ങ് പോയി. മാപ്രകളും ചാപ്രകളും ആഘോഷിച്ചു ഈ വിഷയം. അപ്പൊ ഇത് കൂടാതെ മാതൃഭൂമിയുടെ ആസ്ഥാന കാർട്ടൂണിസ്റ്റ്, മാതൃഭൂമിയുടെ 1-ാം പേജിൽ, മനോരമ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാതിരുന്നാൽ ശരിയാവില്ല, നമുക്കും കട്ടയ്ക്ക് പിടിക്കണമല്ലോ. അപ്പം മാതൃഭൂമിയുടെ ആസ്ഥാന കാർട്ടൂണിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, പേര് പറയുന്നില്ല, ആസ്ഥാന കാർട്ടൂണിസ്റ്റ് വരച്ചു 1-ാം പേജിൽ അശ്ലീലം കലർന്ന വര, ആര്? PK ഇന്ദിരയെ കുറിച്ച്.
പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം ഓർക്കുക, ഈ മന്ത്രിയുടെ ഭാര്യ പി കെ ഇന്ദിരയെ പിന്നെ മോർഫ് ചെയ്ത് വേറെ പടം മാധ്യമങ്ങളിൽ വന്നത്, സോഷ്യൽ മീഡിയയിൽ വന്നത് നമ്മൾ ഓർക്കുക കാര്യത്തിൽ. ഇതോടൊപ്പം അതുകൂടി ഓർക്കുക. അപ്പം 2 സംഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ നാളിത് ആഘോഷിച്ചു. പി കെ ഇന്ദിരയുടെ കേസ് ഇ പി ജയരാജനെതിരായിട്ട് പണിയാൻ, അതുവഴി CPM-നെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പണിയാൻ നോക്കി. പക്ഷെ കോടതി വിധി വന്നപ്പോൾ സ്വാഹ. അതേപ്പറ്റി ഒറ്റ വരി മാപ്രയ്ക്കോ ചാപ്രയ്ക്കോ എഴുതാനില്ല. ഇത്രയും ആഘോഷിച്ച ഒരു വാർത്ത നുണവാർത്തയാണെന്നും 10 ലക്ഷം രൂപ പി കെ ഇന്ദിരയ്ക്ക് മനോരമ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കോടതി വിധിച്ചപ്പോൾ ആ വാർത്ത ഒരൊറ്റ പത്രത്തിലും ചാനലിലും ഇല്ല, ചർച്ചയില്ല, ഒന്നുമില്ല. ഇതെന്തോന്ന് മാധ്യമപ്രവർത്തനം എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എവിടെയാണ് നിങ്ങൾക്ക് മര്യാദകളുള്ളത്? ഇത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ കേസ്. അപ്പോൾ മുൻ കളക്ടർ ബ്രോ, അദ്ദേഹം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ വേറെ തസ്തികയിലാണ്, കൃഷി വകുപ്പിൻ്റെ വകുപ്പ് മേധാവിയായിട്ടിരിക്കുകയാണ്. മുൻ കളക്ടർ ബ്രോ, കോഴിക്കോട് കളക്ടർ, വളരെ ചർച്ചാ വിഷയമായ ബ്രോ കളക്ടർ N പ്രശാന്തിനെ കുറിച്ച് ഇതേപോലൊരു നുണ ഫാക്ടറി മാതൃഭൂമിയിൽ അവതരിച്ചു. അതും ഒരു വനിതാ റിപ്പോർട്ടറാണ്. ഞങ്ങളീ പറയുന്ന ഈ വനിതാ റിപ്പോർട്ടർമാർ സൂക്ഷിക്കണം. ഒന്ന് മനോരമയിലെ ഈ കേസ്, 2 ഇതിന് തൊട്ട് മുമ്പാണ് മാതൃഭൂമിയിൽ ഒരു നുണവാർത്ത കൊടുത്തിട്ട് N പ്രശാന്ത് പിന്നെ അവഹേളിച്ച് അപമാനിച്ചു എന്ന് പറഞ്ഞ് വനിതാ റിപ്പോർട്ടറും അതിൻ്റെ എഡിറ്ററും, മാതൃഭൂമിയുടെ എഡിറ്ററും ഒക്കെ ചേർത്ത് വാർത്ത പടച്ചു വിട്ടിട്ട് പ്രശാന്ത് വിട്ടില്ല. പ്രശാന്ത് നേരെ പോയി കേസ് കൊടുത്തു, മാനനഷ്ട അപകീർത്തി കേസ് കൊടുത്തു മാതൃഭൂമിക്കെതിരെ, മുതലാളിമാർക്കെതിരെ, എഡിറ്ററും പ്രിന്ററും പബ്ലിഷറും എല്ലാവരും, മുതലാളിമാരെ നമുക്കറിയാമല്ലോ ആരൊക്കെയാണ്. പിന്നീട് ഈ വനിതാ റിപ്പോർട്ടർക്കെതിരെ പ്രശാന്ത് കൊണ്ട് കേസ് കൊടുത്ത അവസാനം മുതലാളിമാരെല്ലാം അവിടെ പോയി കുത്തിയിരുന്നിട്ട് അവിടെ ജാമ്യം എടുക്കാൻ കോടതി പോകേണ്ടി വന്നു. ആ കേസ് നടക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നെയും വ്യാജ വാർത്ത മാതൃഭൂമി കൊടുത്തു. പ്രശാന്ത് അതിനെതിരെ ഈ മാനനഷ്ട കേസ് ഇനിയും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ഒരു പിന്നെന്താ പറയുക സൗകര്യം എന്താണെന്നറിയാമോ? ആർക്കെതിരെയും എന്തും എഴുതാം, എന്ത് അപകീർത്തിയും ചെയ്യാം. ആരും കേസിന് പോവില്ല. കാരണം കേസിന് പോകുമ്പോൾ കാശൊക്കെ ചിലവാകുന്നില്ല. അപ്പോൾ സാധാരണക്കാർ, പാവപ്പെട്ടവർ കേസ് പറയാൻ പോകാൻ അവരുടെ കാശ് ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ല അതിൻ്റെ കേസിൻ്റെ പിന്നാലെ നടക്കേണ്ടുന്ന ബുദ്ധിമുട്ട്. അങ്ങനെ ആരും മെനക്കെടില്ല എന്നുള്ളൊരു ഒറ്റ ധൈര്യത്തിലാണ് ഇത്തരം നുണവാർത്തകൾ മാധ്യമങ്ങളിൽ പടച്ചുവിടുന്നത്. ഇതുപോലെ 4 കേസ് വന്നതുകൊണ്ടല്ലോ മുതലാളിമാർ പിന്നെ അങ്ങ് പരടത്തിരിക്കും. ഇതുപോലെ 4 കേസ് 4 പേര് കൊടുത്താൽ പിന്നെ വ്യാജ നുണ ഫാക്ടറി പരിപാടി ഈ മാധ്യമങ്ങൾ നിർത്തും. മനോരമയും മാതൃഭൂമിയും ഇവിടുത്തെ മാപ്ര ചാനലുകളും. അതിന് ആൾക്കാർ മുന്നോട്ട് വരണം എന്നാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാൻ.